സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലതതൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattapana. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്ക് ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്ദം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की तुम मेरे ढोल सुन मेरी चाहते
KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. തൊടുപുഴയിൽ കാർഷിക മേളയ്ക്ക് തിരിതെളിഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കാർഷിക മേള ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇടുക്കി ഡാമിനെ പ്രതിസന്ധിയിലാക്കുന്നു. വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഇടുക്കി അണക്കെട്ടിലൂടെ വാഹനങ്ങൾ കടത്തിവിടാത്തതും ഫോട്ടോഗ്രാഫി അനുവദിക്കാത്തതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമാണ് വിനോദസഞ്ചാരികളെ വലയ്ക്കുന്നത്. SCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രസ്താവനകൾ അതിരുകടക്കുന്നതാണെന്നും പ്രബുദ്ധ കേരളം ഇത്തരം പ്രസ്താവനകളെ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഭിക്ഷാടന മാഫിയ സജീവമാകുന്നു. വിവിധ മതവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചാണ് ഭിക്ഷാടന മാഫിയ കുട്ടികളെ തെരുവിലിറക്കുന്നത്. ഭഗവത്ഗീത ഭാരതത്തിന്റെ ദേശീയ ഗ്രന്ഥമാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുമ്പോൾ ഭഗവത്ഗീതയ്ക്ക് സംഗീത രൂപം പകരുകയാണ് ഹൈറേഞ്ചിലെ ഒരു കൂട്ടം കലാകാരന്മാർ. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴയിൽ കാർഷിക മേളയ്ക്ക് തിരിതെളിഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കാർഷിക മേള ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയെ കാർഷിക മേഖലയിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ കാർഷിക മേള സംഘടിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിലെ മേളകളിൽ നിന്ന് ഉയർന്നു വന്ന ജൈവകൃഷി പോലുള്ള ചിന്തകൾ രാജ്യം തന്നെ ചർച്ച ചെയ്തിരുന്നു. കാർഷിക മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധിജി സ്റ്റഡി സെന്റർ ചെയർമാൻ PJ ജോസഫ്, MLA മാരായ റോഷി അഗസ്റ്റിൻ, മോൻസ് ജോസഫ്, DCC പ്രസിഡന്റ് റോയ് K പൗലോസ്, നഗരസഭാ ചെയർമാൻ MM ഹാരിത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റം, കേരള ഫീഡ്സ് ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇടുക്കി ഡാമിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഇടുക്കി അണക്കെട്ടിലൂടെ വാഹനങ്ങൾ കടത്തിവിടാത്തതും ഫോട്ടോഗ്രാഫി അനുവദിക്കാത്തതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമാണ് വിനോദസഞ്ചാരികളെ വലയ്ക്കുന്നത്. ഓരോ അവധിക്കാലത്തും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇടുക്കി ആർച്ച് ഡാമും പരിസര പ്രദേശങ്ങളും സന്ദർശിക്കുവാനായി എത്തുന്നത്. ചെറുനോടി ഡാമിന് സമീപം വരെ മാത്രമേ നിലവിൽ വാഹനങ്ങൾക്ക് പ്രവേശിക്കുവാൻ അനുമതിയുള്ളൂ. പിന്നീട് 4 കിലോമീറ്ററിലധികം പൊരുവെയിലത്ത് ഡാമിലൂടെ നടന്നുവേണം ആർച്ച് ഡാമിലും വൈശാലി ഗുഹയിലുമൊക്കെ എത്തുവാൻ. ഇതുവഴി സഞ്ചാരികൾക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് വിനോദസഞ്ചാരികൾ ആവശ്യപ്പെടുന്നത്. ആൾക്കാർ ഇപ്പം ഞങ്ങൾ തന്നെ പോയിട്ട് തിരിച്ചു വരെയാണ് ചെയ്യണത്. കാരണം അങ്ങ് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടിങ് അത് അനുവദിക്കണം. നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ദിവസേന എത്തുന്നുണ്ടെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഞങ്ങൾ പഠിച്ചിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു. പ്രത്യേക സൗകര്യങ്ങളില്ലല്ലോ, വാഹനങ്ങളൊന്നും കടന്നു വരുന്നില്ല, ഒരു വെള്ളം മേടിച്ചു, അങ്ങനെ ഒരു സൗകര്യങ്ങളും ഇല്ല. സുരക്ഷയുടെ പേരിൽ മൊബൈൽ ഫോണുകൾ പോലും പോലീസ് പിടിച്ചു വെക്കുന്നതായി ചിലർ പരാതിപ്പെടുന്നു. ഇന്ന് നമ്മള് നെറ്റില് ഇതൊന്ന് സെർച്ച് ചെയ്താൽ ഈ ഡാമിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. ലോക രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്
എന്തുകൊണ്ട് അത് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ മൊബൈൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ക്യാമറ ഇല്ലാത്ത മൊബൈൽ പോലും കൊണ്ടുപോകാൻ ഇവർ അധികൃതർ സമ്മതിക്കുന്നില്ല. മുമ്പ് ഓണം, ക്രിസ്മസ് തുടങ്ങിയ അവധിക്കാലത്ത് മാത്രമായിരുന്നു അണക്കെട്ട് വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ഇപ്പോൾ പൊതു അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും അണക്കെട്ടിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് ഇവിടെ എത്തുന്നവരെ വലയ്ക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി നെറ്റ്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രസ്താവനകൾ അതിരുകടക്കുന്നതാണെന്നും പ്രബുദ്ധ കേരളം ഇത്തരം പ്രസ്താവനകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രസ്താവനകൾ അതിര് കടക്കുന്നതും യാതൊരു കാരണവശാലും പ്രബുദ്ധ കേരളം അംഗീകരിക്കുന്നതുമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ സ്ഥാപിത താൽപര്യത്തോടു കൂടിയിട്ടുള്ള പ്രസ്താവനകൾ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും കോൺഗ്രസ് പാർട്ടിക്കുമെതിരാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഇവിടെ ബഹുമാനനായ ശ്രീ KC ജോസഫിന്റെ ഉൾപ്പെടെയുള്ള ചില പ്രസ്താവനകൾ യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് കേരളീയ സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു. സഭാ നേതൃത്വവും അതിനെ സംബന്ധിച്ച് കൂടുതലായി ചിന്തിക്കുവാനും നിലപാടെടുക്കാനും കടന്നു വരേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ മദ്യവിരുദ്ധ സമിതിയുടെ ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ അത് അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഭിക്ഷാടന മാഫിയ സജീവമാവുകയാണ്. വിവിധ മതവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചാണ് ഭിക്ഷാടന മാഫിയ കുട്ടികളെ തെരുവിലിറക്കുന്നത്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഭിക്ഷാടന മാഫിയ വേരുറപ്പിക്കുന്നു. ബാലവേല വിമുക്ത ജില്ലയായി ഇടുക്കിയെ പ്രഖ്യാപിച്ച് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനം ജില്ലയിൽ സജീവമായിരിക്കുന്നു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രധാന പട്ടണങ്ങളിലുമാണ് കുട്ടിയാചകരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. ഇവരെ തമിഴ്നാട്ടിൽ നിന്നെത്തിക്കുവാൻ ഹൈറേഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൻ സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. പോലീസിന്റെയോ പഞ്ചായത്തിന്റെയോ ഭാഗത്തുനിന്നും നടപടികൾ ഇല്ലാതായതോടെയാണ് ഭിക്ഷാടന സംഘത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ് നടക്കുന്നതിന് കാരണമാകുന്നത്. ഹൈറേഞ്ചിലെ പ്രധാന ബസ് സ്റ്റാൻഡുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ആൾത്തിരക്കുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ യാചകരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. വീടുകൾ കയറിയുള്ള ഭിക്ഷാടനവും വർദ്ധിച്ചു. രോഗങ്ങൾ, അംഗഭംഗം, വിവാഹം, നേർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വിവിധ മേഖലകളിലാണ് ഭിക്ഷാടനം നടത്തുന്നത്. കമ്പം, മധുര, തേനി എന്നിവിടങ്ങളിൽ നിന്നാണ് യാചകർ കൂടുതലായും ഹൈറേഞ്ചിലെത്തുന്നത്. ദിവസവും രാവിലെ ബസ്സിനും ടാക്സിക്കും ജീപ്പിനും ഇവരെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിക്കും. ഇതിനായി ഏജന്റുമാരും പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ദിവസവും ലഭിക്കുന്ന വരുമാനത്തിന്റെ ചെറിയ ഭാഗം ഭിക്ഷാടനം നടത്തുന്നവർക്ക് നൽകി ബാക്കി പണം മാഫിയ സംഘം കയ്യിലാക്കും. ജില്ലയിൽ ഇതിനു മാത്രം ലക്ഷക്കണക്കിന് രൂപ ഓരോ ദിവസവും യാചകർക്ക് ലഭിക്കുന്നു. പ്രധാന ടൗണുകളിൽ തമ്പടിച്ചും ചില സംഘങ്ങൾ ഭിക്ഷാടനം നടത്തുന്നുണ്ട്. വീടുകളിലെത്തുന്ന സംഘം കുട്ടികളെ ഉപയോഗിച്ച് മോഷണം നടത്തുന്നതായും പരാതിയുണ്ട്. ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ് ഭിക്ഷാടനം നടത്തുന്നത്. ചിലപ്പോൾ ദൈവങ്ങളുടെ ചിത്രവുമായി നേർച്ചയ്ക്കായി എത്തുന്നവർ മാസങ്ങൾക്ക് ശേഷം മറ്റൊരിടത്ത് രോഗികളുമായവരുടെ വേഷത്തിലാവും പ്രത്യക്ഷപ്പെടുക. യാചകരുടെ ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് ജില്ലയിൽ ഭിക്ഷാടനത്തിനെതിരെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മുമ്പ് നടന്ന നിരവധി മോഷണങ്ങൾക്ക് പിന്നിൽ ഇത്തരം മാഫിയകളാണെന്നും കണ്ടെത്തിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതേ സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്നും ഭിക്ഷാടക വേഷം കെട്ടിയ അന്തർ സംസ്ഥാന മോഷ്ടാക്കളും ജില്ലയിലേക്ക് കടന്നതായും സൂചനയുണ്ട്. പോലീസോ പഞ്ചായത്തോ മറ്റധികൃതരോ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഭിക്ഷാടക തട്ടിപ്പുകൾ ജില്ലയിൽ വീണ്ടും സജീവമാകാൻ കാരണം. ഷിനു ജോൺ, ഇടുക്കി നെറ്റ് ന്യൂസ്. രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഇരട്ടി ദുരിതം സമ്മാനിച്ച് ഇടുക്കി ജില്ലാ ആശുപത്രി റോഡ് തകർന്നു. റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ നിസ്സംഗതയിലാണ്. ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് പ്രതിദിനം ആയിരക്കണക്കിന് രോഗികളാണ് ചികിത്സ തേടി എത്തുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരും നിരവധിയാണ്. എന്നാൽ ഈ ആശുപത്രിയിലേക്ക് ജനങ്ങൾ കടന്നുവരുന്ന പ്രധാന റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് 1.5 വർഷക്കാലം പിന്നിടുകയാണ്. റോഡ് തകർന്നത് ഇവിടേക്കെത്തുന്ന ജനങ്ങൾക്ക് യാത്ര ഏറെ ദുരിതമാക്കി കഴിഞ്ഞു. സാധാരണക്കാരായ രോഗികൾ അധികവും എത്തുന്നത് ഓട്ടോറിക്ഷയിലും മറ്റ് ചെറുവാഹനങ്ങളിലുമാണ്. റോഡ് ഇത്രമാത്രം ദുർഘടമായിട്ടും ഇടുക്കി ജില്ലാ പഞ്ചായത്തോ പൊതുമരാമത്ത് വകുപ്പോ ഇത് നന്നാക്കുവാൻ നടപടി സ്വീകരിക്കാത്തത് പ്രദേശവാസികളിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കി കഴിഞ്ഞു. പുതിയതായി അനുവദിക്കപ്പെട്ട മെഡിക്കൽ കോളേജിലേക്കും ഇപ്പോഴത്തെ ജില്ലാ ആശുപത്രിയിലേക്കും കടന്നു പോകുന്ന റോഡാണത്. 100 കണക്കിന് വാഹനങ്ങളും 1000കണക്കിന് രോഗികളും കടന്നു വരുന്ന ഈ വഴി ദുർഘടമായി കിടക്കുകയാണ്. പല രോഗികളും ഈ റോഡിന് അപ്പുറവശത്ത് വന്ന് നടന്നു പോകുന്ന ഒരു ഗതികേട്ടിലേക്കാണ് വരുന്നത്. ഗർഭിണികളായ ആളുകൾ, നടുവേദനയുള്ള ആളുകൾ എന്ന് വേണ്ട ഓട്ടോറിക്ഷ വരുന്ന ആളുകളാണെങ്കിൽ മറ്റു വാഹനത്തിൽ വരുന്ന ആളുകൾ അവിടെ ഇറങ്ങി നടന്നു പോവുകയാണ് ചെയ്യുന്നത്. PWDക്ക് ഉത്തരവാദിത്തമില്ല, ജില്ലാ പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ല, KSC ബോർഡിന് ഉത്തരവാദിത്തമില്ല.
ആർക്കുമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ വരുന്നത്. അവധിക്കാലങ്ങളിൽ ഇടുക്കി സന്ദർശിക്കുവാനെത്തുന്നവരുടെ വാഹനങ്ങളും ഡാമിന്റെ പരിസരത്തേക്ക് പ്രവേശിക്കുന്നത് ഈ റോഡ് വഴി തന്നെയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തോ മറ്റധികൃതരോ ഇടപെട്ട് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തേക്കടി വന്യജീവി സങ്കേതത്തിൽ നിന്നും പുറത്തെത്തുന്ന വന്യമൃഗങ്ങൾ തെരുവു നായ്ക്കൾക്ക് ഇരയാകുകയാണ്. വർദ്ധിച്ചു വരുന്ന തെരുവു നായ്ക്കൾ മ്ലാവ്, മുയൽ തുടങ്ങിയ മൃഗങ്ങളെയാണ് പ്രധാനമായും ആക്രമിക്കുന്നത്. തേക്കടിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം ഏറിവരുന്നു. ഇന്ന് രാവിലെ 1.5 വയസ്സോളം പ്രായം വരുന്ന മ്ലാവിനെയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വന്യമൃഗങ്ങളുടെ മാത്രമല്ല പരിസരവാസികളെയും വളർത്തുമൃഗങ്ങളെയും ഉപദ്രവിക്കുന്നതായി പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. നാട്ടിലേക്ക് കൂടുതലായി ഇറങ്ങി വരുന്ന മ്ലാവിനെയും കേഴയുമാണ് ആക്രമണത്തിൽ തെരുവു നായ്ക്കളുടെ ഇരയാകുന്നത്. സെക്ഷൻ ഫോറസ്റ്റർ ബിബിൻ KR ശേഖരൻ പെരിയാർ ടൈഗർ റിസർവിന്റെ വെറ്റിനറി യൂണിറ്റും ചേർന്നാണ് മേൽ നടപടികൾ സ്വീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി. കരിമ്പൻ മണിപ്പാറ മേഖലയിലെ 700ഓളം കുടുംബങ്ങൾ പട്ടയം ലഭിക്കാതെ ദുരിതത്തിൽ. ഭൂമിയുടെ അവകാശം തെളിയിക്കണമെന്ന റവന്യൂ വകുപ്പിന്റെ നിർബന്ധമാണ് ഇവരുടെ പട്ടയമോഹങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കരിമ്പൻ മണിപ്പാറ കാനം ഭാഗത്ത് ഏകദേശം 700ഓളം കുടുംബങ്ങളാണ് അധിവസിച്ചു വരുന്നത്. 1960 മുതൽ ഇവിടെ ജനജീവിതം ആരംഭിച്ചിട്ട് കൈവശ ഭൂമിയിൽ കൃഷി ചെയ്തു വരുന്നവരാണ് ഇവിടുത്തുകാർ. പതിറ്റാണ്ടുകളായി ഇവിടെ ജനവാസമുണ്ടായിട്ടും ഇവിടുത്തുകാർക്ക് ഇതുവരെയും കൈവശ ഭൂമിക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. നിരവധി തവണ ഇവർ റവന്യൂ വകുപ്പിന്റെ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും പട്ടയത്തിനായി നൽകിയ അപേക്ഷകൾ നിരസിക്കുകയായിരുന്നു. കൈവശ ഭൂമിക്ക് അവകാശം തെളിയിക്കുവാൻ കഴിയാത്തതാണ് പ്രധാന തടസ്സം. 1970-72 കാലത്ത് ഈ പ്രദേശങ്ങളിൽ നിന്നും മരങ്ങൾ കൂപ്പിറക്കിപ്പോയതിനാൽ ഈ ഭൂമി വനം വകുപ്പിന്റേതാണെന്ന് ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ റവന്യൂ വിഭാഗത്തിന്റേതാണെന്ന് റവന്യൂ വിഭാഗവും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇരുവകുപ്പുകളും തമ്മിലുള്ള തർക്കങ്ങളാണ് കർഷക ഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ തടസ്സമായിരിക്കുന്നത്. ഇവിടെ വനം മേഖല, ഫോറസ്റ്റുകാർ വനം എന്ന് ജണ്ടയിട്ട് തിരിച്ചിട്ടുണ്ട്. കൃഷിയിടങ്ങൾ എല്ലാവരുടെയും കൈവശം 10, 55, 60 വർഷം പഴക്കമുള്ള ദേഹഗണത്തോടു കൂടിയ ഭൂപ്രദേശമായത്. മാത്രമല്ല 1960 കാലം മുതൽ ഇവിടെ കുടിയേറ്റ കാലം മുതൽ ആളുകളുടെ കൈവശം ഇരുന്ന ഭൂമിയായത്. അന്ന് ആളുകളുടെ അംഗസംഖ്യ കുറവായിരുന്നു. തുടർന്ന് ജനസംഖ്യ കൂടിയതിനനുസരിച്ച് ഇവിടെ ഇപ്പോൾ 1750ഓളം പേരുടെ കൈവശമാണ് ഈ 2-3 വാർഡിരിക്കുന്നത്. ഇത് ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല എന്ന കാരണത്താൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്നാണ് പലപ്പോഴും അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വനം, റവന്യൂ വിഭാഗങ്ങൾ ഒത്തുചേർന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തി ഭൂമിയുടെ അതിർത്തി പുനർനിർണയിച്ചാൽ മാത്രമേ കരിമ്പൻ മണിപ്പാറ പ്രദേശങ്ങളിലെ 100 കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കൂ. ജോയിന്റ് വെരിഫിക്കേഷനുള്ള അടിയന്തര നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആദിവാസി സമൂഹത്തിന്റെ അനിഷേധ്യ നേതാവ് അരിയാൻ രാജമന്നാൻ നാട് നീങ്ങിയിട്ട് നാളെ 3 വർഷം. ആദിവാസികളുടെ നഷ്ടങ്ങളുടെ മാസമായ ഡിസംബറിൽ തന്നെയാണ് സമൂഹത്തിലെ ജനകീയനായ രാജാവായിരുന്ന തേവൻ രാജമന്നാനും നാട് നീങ്ങിയത്. 2007 ഡിസംബർ 17 ആദിവാസി മന്നാൻ സമുദായത്തിലെ ഏറ്റവും ജനകീയനായ രാജാവ് തേവൻ രാജമന്നാൻ നാട് നീങ്ങി. ആദിവാസികളുടെ പ്രശ്നങ്ങൾ ജനകീയ ഭരണകൂടത്തിന് മുൻപിലെത്തിക്കുന്നതിൽ നിർണായകമായ പങ്കാണ് തേവൻ രാജമന്നാൻ വഹിച്ചത്. ഇനിയും ധാരാളം ആദിവാസികൾക്ക് ഭൂമി നൽകുവാനുണ്ട്. ഇവിടെ ഹാരിസൺ മലയാളം നമുക്ക് അറിയാം. ഹാരിസൺ മലയാളം പോലെയുള്ള കുത്തക മുതലാളിമാർ, ടാറ്റ പോലെയുള്ള കുത്തക മുതലാളിമാർ ആയിരക്കണക്കിന് ഏക്കറുകൾ കൈവശം വച്ചിരിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ഈ ഭൂമിയുടെ ഉടമകളായ ആദിവാസികൾ വളരെ ദുരിതം ഭൂമിക്ക് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ രാജഭരണം നിലനിൽക്കുന്ന 2 വിഭാഗങ്ങളിൽ പ്രമുഖ ഗോത്രമാണ് മന്നാൻ സമുദായം. മരുമക്കത്തായ ഭരണം നിലനിൽക്കുന്ന മന്നാൻ സമുദായത്തിന്റെ 17ാമത്തെ രാജാവായി തേവൻ രാജമന്നാന്റെ മരണത്തിനു ശേഷം അരിയാൻ രാജമന്നാൻ ചെങ്കോലും കിരീടവും അണിഞ്ഞു. അതും ഒരു ഡിസംബറിൽ തന്നെ. 2007 ഡിസംബർ 23 4 മന്നാൻ 9 കാണി 5 വാത്തി ചിട്ട അച്ചട്ടായി പിന്തുടരുന്ന കേരളത്തിലെ മന്നാൻ സമുദായത്തിന്റെ 50,000-ഓളം വരുന്ന ജനവിഭാഗത്തിന്റെ അനിഷേധ്യനായ പ്രതിനിധിയാണ് രാജാവ്. കുമളി, തോപ്രാംകുടി, ഇടുക്കി, വാത്തുക്കുടി, അടിമാലി, അഞ്ചുരുളി, മാങ്കുളം, ഉടുമ്പൻചോല, പൂപ്പാറ തുടങ്ങി ജില്ലയിലുടനീളം പടർന്നുകിടക്കുന്ന തനത് സംസ്കാരമാണ് ആദിവാസി വിഭാഗങ്ങൾക്കുള്ളത്. കോവിൽമല കേന്ദ്രമായിയാണ് 46 കുടികൾക്ക് അധിപൻ രാജഭരണം നടത്തുക. 2007 ഡിസംബർ 23 തേവൻ രാജമന്നാന്റെ പിൻഗാമിയായി കിരീടമണിഞ്ഞ അരിയാന്റെ വിയോഗത്തിനും ഒരു നിമിത്തം പോലെ കാലം കാത്തുവെച്ചത് ഒരു ഡിസംബർ തന്നെ. 4 വർഷത്തെ ഭരണം പൂർത്തിയാക്കി അരിയാൻ രാജമന്നാൻ നാട് നീങ്ങിയത് 2011 ഡിസംബർ 28.
1200 ആണ്ടുകൾ പിന്തുടരുന്ന രാജഭരണത്തിന്റെ മരുമക്കത്തായം ആദിവാസി വിഭാഗത്തിന് നഷ്ടമായതും ഈ ഡിസംബറിൽ തന്നെ. കേവലം 30 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അന്തരിച്ച അരിയാന് പ്രായപൂർത്തിയായ മരുമക്കളില്ലാതിരുന്നത് 16 തലമുറയൊഴുകിയ സാമ്പ്രദായിക സംവിധാനങ്ങൾക്കേറ്റ വിടവായി. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരനായ രാമൻ രാജമന്നാൻ ഇപ്പോൾ 17ാം രാജാവായി ഭരണം തുടരുന്നു. ആദിവാസി മന്നാൻ സമുദായത്തിന്റെ പ്രമുഖ രാജാക്കന്മാരുടെ വിയോഗത്തിൽ മുങ്ങിയ ഡിസംബറിന്റെ ഓർമ്മകൾക്ക് ഇടുക്കിനെറ്റ് വാർത്തകളും സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഭാരതത്തിന്റെ ദേശീയ ഗ്രന്ഥമാക്കണം ഭഗവത്ഗീത എന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയരുമ്പോൾ ഭഗവത്ഗീതയ്ക്ക് സംഗീത രൂപം പകരുകയാണ് ഹൈറേഞ്ചിലെ ഒരു കൂട്ടം കലാകാരന്മാർ. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിനഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിനഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledda Textiles, Main Road, Kattappana. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിംഗ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. ഇനി ഫോക്കസ് ഇടുക്കി. ഭഗവത്ഗീത ഭാരതത്തിന്റെ ദേശീയ ഗ്രന്ഥമാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുമ്പോൾ ഭഗവത്ഗീതയ്ക്ക് സംഗീത രൂപം പകരുകയാണ് ഹൈറേഞ്ചിലെ ഒരു കൂട്ടം കലാകാരന്മാർ. ദുർഗ്രഹമായ സംസ്കൃത പദങ്ങൾ ഒഴിവാക്കി ലളിതമായ മലയാള ഭാഷയിലാണ് ഭഗവത്ഗീതയുടെ സംഗീത രൂപം ഒരുങ്ങുന്നത്.
ഹൈറേഞ്ചിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ പാലാ തങ്കച്ചനും കവിയും എഴുത്തുകാരനുമായ PK കമലാസനുമാണ് ഈ പൊതുപരീക്ഷണത്തിന്റെ അണിയറയിൽ. ജീവിത മൂല്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഭഗവത്ഗീതയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഗീതയുടെ സംഗീത രൂപം ഒരുക്കുന്നത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഭഗവത്ഗീതയുടെ സംഗീത രൂപം ഹൈന്ദവ വിശ്വാസികളിലേക്കെത്തും. ഗാനഗന്ധർവൻ യേശുദാസ്, ഭാവഗായകൻ P. ജയചന്ദ്രൻ, കല്ലറ ഗോപൻ, കാവാലം ശ്രീകുമാർ തുടങ്ങിയവർ ഈ സംഗീത ശില്പത്തിന് സ്വരം പകരും. 6 വോളിയങ്ങളിലായി ഭഗവത്ഗീത സമ്പൂർണ്ണമായി സംഗീത രൂപത്തിലേക്ക് മാറ്റാനാണ് ഇവരുടെ ശ്രമം. ഇതിനോടകം തന്നെ ആദ്യ 2 വോളിയങ്ങളുടെ റെക്കോർഡിംഗ് പൂർത്തിയായി കഴിഞ്ഞു. 7 വർഷം നീണ്ട കഠിന പരിശ്രമങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷമാണ് ഭഗവത്ഗീതയുടെ കാവ്യരൂപം തയ്യാറാക്കിയതെന്ന് PK കമലാസനൻ പറയുന്നു. എനിക്കൊരു വ്യഥയും തോന്നില്ല. ഒഴുകിയെത്തുന്ന സത്യത്തിൽ ഒരു ഒഴുകിയെത്തിയ കാവ്യ സംസ്കാരമായിരുന്നു. ഒരു നിയോഗം പോലെ സംഭവിക്കുകയായിരുന്നു. അതിനെ മറ്റെന്തെങ്കിലും ഭാഷയിലൂടെ അതിന് പറഞ്ഞാൽ പോലും ഒരു ഈശ്വര സാന്നിധ്യം, അത് മാത്രമേ എനിക്ക് പറയാനാവുള്ളൂ. പക്ഷേ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയ കടമയുടെ പേരിലാണ് ഇത്തരം ഒരു സംരംഭത്തിന് മുതിർന്നത്. അസുരവാദ്യവും ദേവവാദ്യവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് പാലാ തങ്കച്ചൻ ഈ കാവ്യരൂപത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. ഭഗവത്ഗീത എന്താണെന്ന് അതിൻ്റെ സാരാംശങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമമാണ്. അത് ശുദ്ധമായ സംഗീതത്തിൽ നല്ല രീതിയിൽ വിവിധ രാഗങ്ങളിലൂടെ അത് നന്നായി കഴിവും വിധം ഭംഗിയായി, എന്നാൽ അറിവും വിധം ഭംഗിയായി അത് ജനസമൂഹത്തിലേക്ക്, ആരാധകരുടെ ഇടയിലേക്ക് ഇതെത്തിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. വേദവാദ്യമായ വീണയും തമ്പുരുവും ഓടക്കുഴലും അസുരവാദ്യമായ ചെണ്ടയും ചേർന്നൊരുക്കുന്ന നാദവിസ്മയമാണ് ഗീതയുടെ സംഗീത രൂപത്തിന് പശ്ചാത്തലമൊരുക്കുന്നത്. ഭഗവത്ഗീതയ്ക്ക് ആദ്യമായി ഇത്തരത്തിലൊരു സംഗീത രൂപം ഒരുങ്ങുമ്പോൾ അത് മലയാള സംഗീത ലോകത്ത് വേറിട്ട ചരിത്രമാവും. KM സിനോവി, കൾച്ചറൽ ഡെസ്ക്, ഇടുക്കി നെറ്റ്. പീരുമേട് DTPC പണി കഴിപ്പിച്ച റെസ്റ്റ് ഹോം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറുന്നു. പാതി വഴിയിൽ പണി നിലച്ചതോടെയാണ് സാമൂഹ്യവിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമായി ഇത് മാറിയത്. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ പീരുമേട്ടിലെ ടൂറിസം സെന്റർ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് DTPCക്ക് കൈമാറിയ സ്ഥലത്താണ് ടൂറിസം സെന്ററിന്റെ പണികൾ ആരംഭിച്ചത്. 18 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് തൊടുപുഴയിലുള്ള ഹാബിറ്റി ടെക് എന്ന കമ്പനി 7 വർഷങ്ങൾക്ക് മുമ്പ് പണികൾ ആരംഭിച്ചത്. എന്നാൽ 2003 പണികൾ പാതി വഴി അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഈ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമായി മാറുകയാണ്. പണികൾ ഏകദേശം 70% പൂർത്തീകരിച്ചെങ്കിലും ടെൻഡർ പ്രകാരമുള്ള തുക DTPC കുടിശ്ശിക വരുത്തിയതിനാൽ ഹാബിറ്റി ടെക് കമ്പനി പണികൾ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. 3 വർഷമായി പീരുമേട് DTPC ടൂറിസം സെന്റർ ആർക്കും പ്രയോജനമില്ലാതെ അനാഥമായി കിടക്കുകയാണ്. 18 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. DTPCയുടെ കെട്ടിടമാണ്. നിലവിൽ 7 ലക്ഷം രൂപയുടെ ഫണ്ട് ബാക്കി കിട്ടാനുണ്ടെന്ന് പറഞ്ഞാണ് ഈ കെട്ടിടത്തിന്റെ പണി പെൻഡിങ് വെച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധന്മാരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. ഇവിടെ തന്നെ മദ്യപാന ശല്യം, ആൾക്കാർക്ക് റോഡിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ക്യാമ്പ് ഫയർ ഉൾപ്പെടെയുള്ള പരിപാടികൾ, അതായത് 5 സ്റ്റാർ ബാർ ഹോട്ടലിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെല്ലാം എതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പലതവണ പോലീസുകാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ പീരുമേട് പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ നടക്കുന്ന ഈ സംഭവത്തിൽ ഇവിടുത്തെ പോലീസ് അധികാരികളൊന്നും വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായി ഇതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ വൻ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ടൗൺ ആക്ഷൻ കൗൺസിലിന് പറയാനുള്ളത്. പീരുമേട് ടൗണിന്റെ മധ്യഭാഗത്തായാണ് ഈ ടൂറിസം സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. പീരുമേട് ടൗണിന്റെ വികസനം സാധ്യമാക്കാൻ ഉതകുന്ന ഈ സെന്ററിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുവാനും അധികൃതർ തയ്യാറാകുന്നില്ല. ഇന്ന് ഈ സെന്റർ മദ്യക്കുപ്പികളിൽ നിറഞ്ഞ് പരിസരം വൃത്തിഹീനമായി കിടക്കുകയാണ്. മാത്രമല്ല പീരുമേട് പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധർ എന്തൊക്കെ അഴിഞ്ഞാട്ടം നടത്തിയാലും പോലീസിന്റെയോ മറ്റ് അധികൃതരെയോ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. എത്രയും വേഗം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും പീരുമേട് ആക്ഷൻ കൗൺസിലിന്റെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. ജനവാസം ആരംഭിച്ച് അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും വിമലഗിരി നിവാസികൾക്ക് വികസനം സ്വപ്നമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും ജനപ്രതിനിധികളോ അധികാരികളോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരിയാപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിലൊന്നാണ് വിമലഗിരി ഗ്രാമം.
1960-ലാണ് ഇവിടെ ജനവാസം ആരംഭിച്ചത്. മീനച്ചിൽ, തൊടുപുഴ താലൂക്കുകളിൽ നിന്നാണ് ഇവിടേക്ക് ജനങ്ങൾ എത്തിയത്. ജനജീവിതം ആരംഭിച്ചിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. ആകെയുള്ള ഒരു ആരാധനാലയവും ഹൈസ്കൂളും മാത്രമാണ്. നൂറുകണക്കിന് കുട്ടികൾ വിവിധ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും കിലോമീറ്ററുകൾ നടന്നാണ്. സംസ്ഥാന പാതകളിൽ നിന്നും 5 കിലോമീറ്റർ ഒറ്റപ്പെട്ട ഒരു ഉൾപ്രദേശമാണ് വിമലഗിരി. അത് തന്നെയല്ല, ഇപ്പോൾ കുറെ കാലമായി ഇതിന് വിലയിടിവ് കൃഷിക്കാരെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യാപകമായിട്ട് ആൾക്കാർ റബ്ബർ കൃഷി ചെയ്യുന്നു. റബ്ബറിന്റെ വിലയിടിവ് തന്നെ കൃഷിക്കാർക്ക് അതൊരു അവരുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. അടിസ്ഥാനപരമായിട്ട് ഇവിടെ കുടിവെള്ള പദ്ധതികൾ ഒന്നും തന്നെയില്ല. കുടിവെള്ളത്തിന്റെ അഭാവം എല്ലാ മേഖലകളിലും ആൾക്കാർ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രധാന വ്യാപാര കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള തടിയമ്പാട്, കരിമ്പൻ, അതുപോലെ കളക്ടറേറ്റ് ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. ഇവിടുത്തെ പ്രധാന പാതയായ തടിയമ്പാട്, വിമലഗിരി, കൊച്ചുകരിമ്പൻ റോഡ് സഞ്ചാരയോഗ്യമാണ് എങ്കിലും ഇതുവഴി ബസ് സർവീസ് ഇല്ല. കരിമ്പൻ, മുരിക്കാശ്ശേരി സംസ്ഥാന പാത ഗതാഗത തടസ്സം നേരിടുമ്പോൾ മാത്രമാണ് ഇതുവഴി മണിക്കൂറുകൾ മാത്രം ഒരു ബസ് സർവീസ് നടത്തുന്നത്. പ്രദേശത്തിന്റെ വികസനം സാധ്യമാക്കുവാൻ ജനപ്രതിനിധികളുടെ സഹകരണം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന ജ്യോതിനഗർ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. കഴിഞ്ഞ 8 വർഷമായി യാതൊരു അറ്റകുറ്റപ്പണികളും നടത്താത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. പള്ളിക്കവല ജ്യോതിസ് നഗർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ നാടും നഗരവും ബുദ്ധിമുട്ടിലാകുന്നു. 10 വർഷം മുമ്പ് ടാർ ചെയ്ത റോഡ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. 8 വർഷം പിന്നിടുമ്പോഴും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പോലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. സമീപവാസികൾക്ക് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ എത്തുവാൻ ഏക വഴിയാണ് ജ്യോതിസ് നഗർ. സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണിത്. ഈ വഴി തകർന്നു കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷത്തോളമായി. ഇവിടെയുള്ള മെമ്പറോ അതുപോലെയുള്ള ജനപ്രതിനിധികളോ ഇത് ശ്രദ്ധിക്കുന്നില്ല. ടെൻഡറായെന്ന് പറയുന്നു. സാധനങ്ങൾ കുറച്ചൊക്കെ ഇറക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് പണിയുന്നത്. പക്ഷേ അത് ഇതുവരെ പണി മുന്നോട്ട് പോകുന്നതിനുള്ള സംവിധാനം ആരും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് നന്നാക്കാനുള്ള അടിയന്തര നടപടി അധികാരികളുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഈ നാട്ടുകാർ അപേക്ഷിക്കുന്നുണ്ട്. റോഡിന്റെ ഈ ശോചനീയാവസ്ഥ മൂലം ഹോസ്പിറ്റലിലേക്കുള്ള രോഗികളുടെ യാത്ര ഏറെ ദുഷ്കരമായിരിക്കുന്നു. മുമ്പ് റോഡ് നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്നാണ് ഫണ്ട് അനുവദിച്ചിരുന്നത്. ഇത്തവണയും റോഡ് നിർമ്മാണത്തിന് പഞ്ചായത്തിൽ നിന്നും ടെൻഡർ അനുവദിച്ചു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഈ വഴിയിൽ കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പുറ്റടി ഹോളി ക്രോസ് കോളേജിൽ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ യുവജന പ്രസ്ഥാനമായി യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷന്റെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. മലയാള മനോരമ ചാനൽ ന്യൂസ് റീഡർ നിഷ ജിബി ഉദ്ഘാടനം നിർവഹിച്ചു. ത്രിദിന യുവജന വാർഷിക ക്യാമ്പായ മെത്തനസിത്തൂർ 2014 ഉദ്ഘാടനം മനോരമ ന്യൂസ് റീഡർ നിഷ ജിബി നിർവഹിച്ചു. മലങ്കര സഭയുമായിട്ടുള്ള ബന്ധം അത്രയും ദൃഢമായതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടുകൂടെ. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച മലങ്കര യൂത്ത് അസോസിയേഷന്റെ 2ാമത്തെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം മണർകാട് പള്ളിയിലെ യൂത്ത് അസോസിയേഷന്റെ ക്രിസ്മസ് പരിപാടിയിൽ പങ്കെടുത്ത് അതിനുശേഷമാണ് ഞാൻ ഇന്നലെ നാട്ടിലെത്തിയത്. പുതുവത്സരത്തിനോടും ക്രിസ്മസിനോടും അനുബന്ധിച്ചുള്ള യുവജന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് മെത്തനസിത്തൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന ത്രിദിന ക്യാമ്പ് പുറ്റടി ഹോളിക്രോസ് കോളേജിൽ തുടക്കം കുറിച്ചത്. പുതുവർഷത്തിലേക്ക് പുതിയൊരു യുവജനത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 70ഓളം യുവജനങ്ങൾ പങ്കെടുത്തു. ഇടുക്കി ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ പഞ്ഞിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിൻഡോ ജേക്കബ്, വർഗീസ് ജേക്കബ്, ഫാദർ ജെയിംസ്, ഫാദർ എബിൻ, ടിജോ മാർക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ഏറെക്കാലത്തെ ആവശ്യങ്ങൾക്കൊടുവിൽ നിർമ്മിച്ച വാഴത്തോപ്പ് പഞ്ചായത്ത് ശ്മശാനം തകർച്ചയിലേക്ക്. നിർമ്മാണത്തിലെ അപാകത മൂലം 6 മാസം മാത്രം പഴക്കമുള്ള കല്ലറകൾ ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പലയിടങ്ങളിലും 2-3 സെന്റുകളിൽ മാത്രം താമസിക്കുന്ന ആയിരക്കണക്കായ കുടുംബങ്ങളാണുള്ളത്. ഈ കോളനി നിവാസികൾക്ക് ബന്ധുക്കളുടെ മരണത്തെ തുടർന്നുണ്ടാകുന്ന സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലമില്ലാത്ത സ്ഥിതി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഗ്രാമപഞ്ചായത്ത് 2004-2008 കാലത്ത് പഞ്ചായത്ത് ശ്മശാന പദ്ധതി ആവിഷ്കരിച്ചത്. ഇതേ തുടർന്ന് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്ത് ശ്മശാനം നിർമ്മിച്ചുവെങ്കിലും ഏറെക്കാലം പദ്ധതി പ്രയോജനപ്പെടാതെ കിടന്നു. നാട്ടുകാരുടെ ഏറെക്കാലത്തെ പ്രതിഷേധങ്ങളുടെ ഫലമായി കഴിഞ്ഞ വർഷം വാഴത്തോപ്പ് പഞ്ചായത്ത് 6 ലക്ഷം രൂപ ചിലവിട്ടിവിടെ 8 കല്ലറകൾ നിർമ്മിച്ചു. നിർമ്മാണം പൂർത്തിയായ ശേഷം 2 മൃതദേഹങ്ങൾ മാത്രമാണ് ഇതിനോടകം ഇവിടെ അടക്കം ചെയ്തത്. നിർമ്മാണം പൂർത്തിയാക്കി കേവലം 6 മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും കല്ലറകളുടെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്ന് ഇവ തകരാറിലായി കഴിഞ്ഞു. നിർമ്മാണത്തിലെ ക്രമക്കേടുകൾ മൂലം 4 വശങ്ങളും വിള്ളൽ വീണ കല്ലറകൾ ഏത് നിമിഷവും തകർന്നു വീഴാറായ സ്ഥിതിയാണുള്ളത്. ഇനി ശരണവഴിയിൽ.
41 ദിനരാത്രങ്ങളുടെ നീണ്ട മണ്ഡലകാല വ്രതശുദ്ധിക്ക് ഇന്ന് പരിസമാപ്തി. മണ്ഡലകാല പൂജകൾക്ക് തിരശ്ശീലയിട്ട് ഇന്ന് രാത്രി ശബരിമല നട അടയ്ക്കും. ഉച്ചയ്ക്ക് 12:30 നടന്ന മണ്ഡല പൂജയോടെയാണ് ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമായത്. ആറന്മുളയിൽ നിന്നെത്തിച്ച തങ്കയങ്കി ചാർത്തി വെള്ളിയാഴ്ച ദീപാരാധന നടത്തിയിരുന്നു. തുടർന്നാണ് ഇന്ന് മണ്ഡലപൂജ നടത്തിയത്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ 41 നാൾ നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകും. ജനുവരി 30-നാണ് മകരവിളക്കുത്സവത്തിനായി ശബരിമല നട വീണ്ടും തുറക്കുക. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ ഭക്തജന തിരക്കാണ് ഇത്തവണ ശബരിമലയിൽ അനുഭവപ്പെട്ടത്. അന്യസംസ്ഥാന തീർത്ഥാടകരുടെ തിരക്കും വർദ്ധിച്ചിരുന്നു. ശബരിമലയിലെ നടവരവ് ഇത്തവണ സർവകാല റെക്കോർഡാണ്. 141,64,15,793 രൂപയാണ് വ്യാഴാഴ്ച വൈകിട്ട് നട അടയ്ക്കുന്നതുവരെയുള്ള കണക്ക്. കഴിഞ്ഞ വർഷത്തേക്കാൾ 14 കോടി രൂപയുടെ വർധനവാണ് നടവരവിൽ ഉണ്ടായിരിക്കുന്നത്. നടവരവായി 145 കോടി രൂപ ലഭിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിച്ചിരുന്നത്. അരവണ വിതരണത്തിൽ ഇടയ്ക്ക് തടസ്സം നേരിട്ടതാണ് നടവരവ് 145 കോടിയിൽ എത്താതിരുന്നതിന് കാരണം. 54 കോടി രൂപയിലേറെയാണ് അരവണ വിൽപ്പനയിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 4 കോടി രൂപയുടെ വർധനവാണ് മണ്ഡലകാലം അവസാനിക്കാൻ 2 ദിനം ശേഷിയെ അരവണ വിൽപ്പനയിൽ ഉണ്ടായത്. കഴിഞ്ഞ വർഷം 9,87,92,200 രൂപയുടെ വിൽപ്പന നടത്തിയ അപ്പം ഇത്തവണ 10,32,51,400 രൂപയ്ക്ക് വിറ്റുപോയി. 54,17,23,546 രൂപയാണ് ഭക്തർ കലിയുഗവരതന് കാണിക്കയായി സമർപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 37,29,42,096 രൂപയായിരുന്നു. വെള്ളി ശനി ദിവസങ്ങളിലെ കണക്കുകൂടി പുറത്തുവരുമ്പോൾ നടവരവിൽ 5 കോടിയോളം രൂപയുടെ കൂടി വർധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. KM സിനോവി, ന്യൂസ് ഡെസ്ക്. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിത യാത്രയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ സേഫ് സോൺ പദ്ധതി വൻ വിജയം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചിട്ടും വൻ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിയാണ്. ഇടുക്കി, പത്തനംതിട്ട RTO ഓഫീസുകളുടെ നേതൃത്വത്തിലാണ് സേഫ് സോൺ പദ്ധതി നടപ്പിലാക്കിയത്. അതാത് RTO ഓഫീസുകളുടെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന പ്രധാന പാതകളിലാണ് സേഫ് സോൺ പദ്ധതി നടപ്പിലാക്കിയത്. ഇടുക്കി ജില്ലയിൽ കുമിളി മുതൽ മുണ്ടക്കയം വരെയും കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയുമാണ് സേഫ് സോൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ ഭാഗങ്ങളിൽ സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനാവശ്യമായ ബോർഡുകൾ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്നു. കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾ 24 മണിക്കൂറും ഈ മേഖലകളിൽ പെട്രോളിംഗ് നടത്തി അയ്യപ്പന്മാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും കൈമാറുന്നുണ്ടായിരുന്നു. അന്യസംസ്ഥാന വാഹനങ്ങളാണ് ശരണവഴിയിൽ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ അന്യസംസ്ഥാന തീർത്ഥാടകർക്ക് മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് കേരളത്തിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. ശബരിമലയിലേക്ക് പോകുവാനുള്ള റൂട്ട് മാപ്പും ഏതെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലഘുലേഖകളും അന്യസംസ്ഥാന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് നൽകിയിരുന്നു. ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട് വൻ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് മുൻവർഷങ്ങളിൽ പതിവായിരുന്നെങ്കിൽ സേഫ് സോൺ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കിയ ഈ വർഷം ചെറിയ ചില അപകടങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്നത് പ്രത്യേകതയായി. അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് കണക്കിലെടുത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസ് സേനയും ചേർന്ന് നടപ്പിലാക്കിയ സേഫ് സോൺ പദ്ധതി ഫലം കണ്ടു എന്നതിന്റെ തെളിവാണ് ഇത്തവണ അപകടങ്ങൾ കുറഞ്ഞത്. കുമളിയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തീർത്ഥാടകരെ കമ്പംമെട്ട് വഴി തിരിച്ചുവിട്ടതും ഇത്തവണ ഗുണകരമായി. KM സിനോവി, ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. തേക്കടിയിൽ വിനോദസഞ്ചാരികളുടെയും അയ്യപ്പ ഭക്തരുടെയും തിരക്കേറി. ക്രിസ്തുമസ് പുതുവത്സര അവധിക്കാലം ആഘോഷിക്കുവാൻ വിദേശീയരേക്കാൾ സ്വദേശി സഞ്ചാരികളാണ് ഇപ്പോൾ എത്തുന്നത്. തേക്കടിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് ഏറി വരികയാണ്. വിദേശീയരെക്കാളും ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് സ്വദേശീയരാണ് കൂടുതലും തേക്കടിയിൽ എത്തിച്ചേരുന്നത്. തേക്കടിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വന്യമൃഗങ്ങളെ വിനോദസഞ്ചാരികൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ജലനിരപ്പ് താഴ്ന്നതുമൂലം തേക്കടി തടാകത്തിന് സമീപ പ്രദേശങ്ങളിലേക്ക് മൃഗങ്ങളെ വീണ്ടും കണ്ടു തുടങ്ങി. ശബരിമലയിലേക്ക് പോയി തിരിച്ചുവരുന്ന അയ്യപ്പഭക്തരും തേക്കടി സന്ദർശിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. ഡിസംബർ മാസത്തിലെ കോടമഞ്ഞിൽ മൂടിയ കുമളിയും തേക്കടിയും വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. തേക്കടിയുടെയും കുമളിയുടെയും ഉത്സവമായിട്ടാണ് ഡിസംബർ മാസത്തെ കാണുന്നത്. മണ്ഡലകാലം ആരംഭിക്കുകയും അയ്യപ്പഭക്തരുടെ തിരക്ക് ഏറുകയും വിനോദസഞ്ചാരികളുടെ തിരക്ക് കൂടുകയും ചെയ്യുന്ന മാസം കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, കുമളി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൌമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്യാമ്പ് നടന്നു. ഇരട്ടയാർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി പതിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 4 വർഷം മുമ്പാണ് സബല പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പെൺകുട്ടികളെ പോഷകാഹാരക്കുറവും സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. കേരളത്തിലാദ്യമായി കൊല്ലം, മലപ്പുറം, ഇടുക്കി, പാലക്കാട് എന്നീ 4 ജില്ലകളെയാണ് ഈ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. പരിശീലന പരിപാടിയിൽ 100ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇരട്ടയാർ സാംസ്കാരിക നിലയത്തിൽ ചേർന്ന പരിശീലന പരിപാടി
ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി പതിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പരിശീലന പരിപാടിയിൽ ലേഖ ആർ, മോഹനൻ എൻ കെ, സ്കൂൾ കൌൺസിലർ ടിനി തോമസ്, സിസ്റ്റർ റോസ്ലിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ രൂപീകരണവും സ്കൂളിന്റെ നവതി ആഘോഷവും നടന്നു. ഹൈറേഞ്ചിലെ ആദ്യകാല സർക്കാർ സ്കൂളിൽ ഒന്നായ കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഓർമ്മക്കൂട്ടം എന്ന പേരിൽ ജനുവരി അവസാന വാരം സ്കൂൾ അങ്കണത്തിൽ നടക്കും. ഒപ്പം വിവിധ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന അധ്യാപകരെയും വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെയും സമ്മേളനത്തിൽ ആദരിക്കും. ആഘോഷ പരിപാടികളുടെ ആദ്യഘട്ടമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നതിനുള്ള സംഘാടന സമിതിക്ക് രൂപം നൽകി. ടീച്ചറായിരുന്ന സമയത്തും പ്രിൻസിപ്പളായിരുന്ന സമയത്തും ഈ സ്കൂളിനെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ സ്കൂളുകളിലെയും വെച്ച് ഒന്നാമതാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. പല സംഘടിത ശക്തികളും അതിനെതിരെ പ്രവർത്തിച്ചെങ്കിലും സ്കൂളിന് നല്ല ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുവാൻ സ്കൂൾ ആയാലും മതി എന്നുള്ള ഒരു തലം വരെ എത്തിക്കാൻ സാധിച്ചു. PTA പ്രസിഡന്റ് AM തോമസ് അധ്യക്ഷത വഹിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BC ഭാസ്കരൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TN ശശി, ഗ്രാമപഞ്ചായത്ത് അംഗം A അബ്ദുൽ സലാം, VS ഷംസുദ്ദീൻ, A മുഹമ്മദ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്നുള്ള പരിപാടികളുടെ വിജയത്തിനായി പ്രസിഡന്റായി A മുഹമ്മദ് ഷാജി, സെക്രട്ടറി ഷെനോ പുതിയടത്ത് എന്നിവർ ഭാരവാഹികളായിട്ടുള്ള കമ്മിറ്റിക്ക് രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, കുമളി. കട്ടപ്പന ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക ആഘോഷവും കുടുംബസംഗമവും ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കും. വഞ്ചിത്താനത്ത് ബാബു സ്റ്റീഫന്റെ വസതിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി കൊച്ചുകുടി ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി മുഖ്യപ്രഭാഷണം നടത്തും. ഇടുക്കിനെറ്റ് മാനേജിംഗ് ഡയറക്ടർ ബേബി കുര്യൻ അധ്യക്ഷനായിരിക്കും. അരുൺകുമാർ, ജോസ് ആനക്കല്ലിൽ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,400 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 2,550 രൂപ വില രേഖപ്പെടുത്തി. വെള്ളി ഗ്രാമിന് 40 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ്, കട്ടപ്പന. കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 800-ഉം കുറഞ്ഞ വില 750-ഉമാണ്. കുരുമുളകിന് വിപണിയിൽ 680 വില. കാപ്പി കിലോഗ്രാമിന് 128, റബ്ബർ 115, ഗ്രാമ്പു 980, കൊക്കോ കിലോഗ്രാമിന് 53 രൂപയാണ് വില. ജാതി കൂടിയ വില 300-ഉം കുറഞ്ഞ വില 250-ഉം രേഖപ്പെടുത്തി. ജാതിപത്രിക ഇന്ന് വിപണിയിൽ കൂടിയ വില 1000-ഉം കുറഞ്ഞ വില 750-ഉമാണ്. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ കാർഷിക മേളയ്ക്ക് തിരിതെളിഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല കാർഷിക മേള ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇടുക്കി ഡാമിനെ പ്രതിസന്ധിയിലാക്കുന്നു. വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഇടുക്കി അണക്കെട്ടിലൂടെ വാഹനങ്ങൾ കടത്തിവിടാത്തതും ഫോട്ടോഗ്രാഫി അനുവദിക്കാത്തതും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമാണ് വിനോദസഞ്ചാരികളെ വലയ്ക്കുന്നത്. KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രസ്താവനകൾ അതിരുകടക്കുന്നതാണെന്നും പ്രബുദ്ധ കേരളം ഇത്തരം പ്രസ്താവനകളെ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ ഭിക്ഷാടന മാഫിയ സജീവമാകുന്നു. വിവിധ മതവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചാണ് ഭിക്ഷാടന മാഫിയ കുട്ടികളെ തെരുവിലിറക്കുന്നത്. ഭഗവത്ഗീത ഭാരതത്തിന്റെ ദേശീയ ഗ്രന്ഥമാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയരുമ്പോൾ ഭഗവത്ഗീതയ്ക്ക് സംഗീത രൂപം പകരുകയാണ് ഹൈറേഞ്ചിലെ ഒരു കൂട്ടം കലാകാരന്മാർ. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിന്നഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടനെ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കെല്ലാം കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളി ആഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की धुन मेरे डोलना सुन मेरी चाहते
KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകൾ. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും.